بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء المرسلين، نبينا محمد وآله وصحبه أجمعين. نعم. اللهم اغفر لنا لوالدينا لمشايخنا لأساتذتنا لمصنف الكتاب شارحيه ومحشيه سائر المصنفين. فإن خالف المذكور ما ذكر أي لم يسابه فيما ذكر، يعني ما ذكر إذا خالف ما ذكر، خالف المذكور ما ذكر أي خالف علة، خالف الفرع الأصل في جنس العلة ونوعه، أو خالف حكم الفرع حكم الأصل في نوعه وجنسه. نعم، يعني لم توجد العلة، علة الأصل لم توجد في الفرع بشخصه أي بنوعه ولا بجنسه، أو لم يكن الحكم الثابت بالفرع بهذا القياس، لم يكن يعني حكم الأصل مثل حكم الأصل في نوعه ولا في جنسه. إذن فسد القياس. لماذا؟ لاندفاع العلة عن الفرع في الأول، واندفاع حكم الأصل عن الفرع في الثاني، على أن اشتراط المساواة في العلة مستغنى عنه بما تقدم من اشتراط وجود تمام العلة في الفرع. يعني هذا اعتراض على المصنف، وهو أن في كلامه പിന്നെ അവൻ പറഞ്ഞ ഫൈൻ ഖാലഫൽ മദ്കൂർ മാദുക്കിറ, അപ്പൊ മദ്കൂർ മാദുക്കിറിനോട് എതിരായി. അയിലം യുസാബിഹി ഫി മാദുക്കിറ, മദ്കൂർ മാദുക്കിറിനോട് മേൽ പറയപ്പെട്ടതിൽ സമയമായില്ല എന്ന് പറഞ്ഞാൽ ഫർഇന്റെ ഇല്ലത്ത് അസ്ലിന്റെ ഇല്ലത്തിനോട് എന്ത് ചെയ്തില്ല? ജിൻസിലും നൗഇലും സമമായില്ല, നൗഇലും സമമായില്ല, ജിൻസിലും സമമായില്ല. അതുപോലെ ഈ ഖിയാസിനാൽ ഫർഇൽ സുബൂത്താകുന്ന ഹുക്മ് അത് മഖീസ് അലൈന്റെ ഹുക്മിനോട് സമമായില്ല, ജിൻസിലും ആയില്ല, നൗഇലും ആയില്ല. അതായത് ഫർഇൽ സുബൂത്താകുന്ന ഹുക്മ് അത് അസലിലുള്ളതായിരിക്കുന്ന ഹുക്കുമിന്റെ ജിൻസിൽപ്പെട്ട ഹുക്കുമായില്ല, നൗഇൽപ്പെട്ടതായ ഹുക്കുമായില്ല. അതുപോലെ അസലിലുള്ളതായിരിക്കുന്ന ഇല്ലത്ത് അതിന്റെ ജിൻസ്, അതുപോലെ അതിന്റെ ജിൻസിൽപ്പെട്ട ഇല്ലത്തും നൗഇൽപ്പെട്ട ഇല്ലത്തും ഒന്നും ഫർഇലുണ്ടായില്ല. എന്നാ ഫസദൽ ഖിയാസു ലിന്തിഫാഇൽ ഇല്ലത്തി അനിൽ ഫർഇ ഫിൽ അവ്വൽ, ഒന്നാമത്തതില് ഫർഇല് എന്തില്ല? അസലിന്റെ ഇല്ലത്ത് ഇല്ലാത്തതിന് വേണ്ടി. രണ്ടാമത്തേല് ഫർഇല് അസലിന്റെ ഹുക്മ്, ഫർഇല് അസലിന്റെ ഹുക്മില്ലാത്തതിന് വേണ്ടി. അലാ അന്ന ഇശ്തിറാത്തൽ മുസാവാതി ഫിൽ ഇല്ലത്തി മുസ്തഗന്നൻ അൻഹു ബിമാ തഖദ്ദം. ഇത് മുസന്നിഫിന്റെ ഇസ്തിറാദാണ്. മുസന്നിഫിന്റെ കലാമിൽ എന്തുണ്ട്? തക്റാറുണ്ട്. കാരണം മുസന്നിഫ് ആദ്യം പറഞ്ഞത് അസല് ഫർഇനോട് അസലിന്റെ ഹുക്മ് പൂർണ്ണമായും ഫർഇലുണ്ടാവല് ഷർത്താണ് എന്ന്. അപ്പോ അത് ഈ പിന്നാണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. വലഹു ഖാല ഹുനാക, അവിടെ മുസന്നിഫ് പറഞ്ഞിരുന്നുവെങ്കിൽ മിൻ ഐനിഹ ഔ ജിൻസിഹ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതായത് അസലിന്റെ ഇല്ലത്ത് ഫർഇല് പൂർണ്ണമായി ഉണ്ടാവൽ ഷർത്താണ്. ഐനിനാലും വേണ്ടിയില്ല, ഐനായാലും വേണ്ടിയില്ല, ജിൻസായാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞേക്കുകയാണെങ്കിൽ അൽ മഖ്സൂദ ബിദ്ദിക്രി ഹുനാ,
എങ്ങനത്തെ കൗലാണ്? ആ കൗലാണ് ഇവിടെ മഖ്സൂദ്. ഇവിടെ ഇത് പറഞ്ഞത് കൊണ്ടുള്ളതായിരിക്കുന്ന മഖ്സൂദ് എന്താണ്? ഫറഇലെ അസുല്ല ഇല്ലത്ത് ഫറഇല് പൂർണ്ണമായി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജിൻസാലുണ്ടാകുക അല്ലെങ്കിൽ നൗആലുണ്ടാകുക എന്ന് പറയലാണ് ഈ ആവർത്തനം കൊണ്ടുള്ള ഉദ്ദേശം. അത് അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലവഫാബിഹി ലവഫാബിഹി മുസന്നിഫ് എന്താ മഖ്സൂദിനെ പൂർത്തിയാക്കി വീട്ടിയിരുന്നു. മഅസ്സലാമത്തി മിന തക്റാർ, ഈ തക്റാർ കൂടാതെ തന്നെ പൂർത്തിയാക്കി വീട്ടുമായിരുന്നു. വമിനൽ വഖൂഇ ബിമാ അദല അൻഹു ഹുനാക്, അവിടെ ഏതൊന്നിനെ തൊട്ടാണോ മുസന്നിഫ് പിന്നെ തെറ്റിയത് അതിൽ സംഭവിക്കൽ കൂടാതെയും. എന്താണ് അവിടെ എന്തിനെ തൊട്ടാ തെറ്റിയമില്ല? ലഫ്ദിൽ മുസാവാത്തി. ഇബ്നുൽ ഹാജിമിന്റെ ഇബാറത്തിൽ മുസാവാത്ത് എന്നുണ്ട്. ആ മുസാവാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയല്ല. കാരണം മുസാവാത്ത് എന്ന് പറഞ്ഞാൽ അതിനാല് പിന്നെ ഫറഇല് കൂടുതൽ ഇല്ലത്ത് കൂടുതൽ ശക്തിയായി ഉണ്ടാകാൻ പാടില്ല എന്ന് വരും. എന്നാൽ അതല്ല, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാണല്ലോ അവിടെ മുസാവാത്ത് എന്നുള്ള ഇബാറത്തിനടുത്തൊട്ട് തെറ്റിയത്. ഇവിടെ ഇപ്പൊ മുസന്നിഫ് എന്ത് ചെയ്തു? ഏതൊന്നിനെ തൊട്ട് തെറ്റിയോ അതിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുസന്നിഫിന്റെ കലാമിൽ തെക്കറാറ് വന്നു. ഈ തെക്കറാറ് വരലോ അല്ലെങ്കിൽ ഏതൊന്നിനെ തൊട്ട് മുസന്നിഫ് ഓടിപ്പോയോ അതിൽ വീണ്ടും ചെന്ന് പെടലോ കൂടാതെ മഖ്സൂദ് പൂർത്തിയാക്കി വിട്ടുമായിരുന്നു എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ അവിടെ തന്നെ മിൻ ഐനിഹാ ഔ ജിൻസിഹാ എന്ന് എത്തിയേക്കാണെങ്കിൽ. പിന്നെ ഇബാറത്തു ബിനുൽ ഹാജിബി, ഇബ്നുൽ ഹാജിബിന്റെ ഇബാറത്ത് ഇങ്ങനെ യുസാവിയ ഫിൽ ഇല്ലത്തി ഇല്ലത്തൽ അസ്ലി, ഫറഇന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഫറഇ ഇല്ലത്തിന്റെ വിഷയത്തില് അസ്ലിന്റെ ഇല്ലത്തിനോട് സമമാകുക. ഫീമാ യുഖ്സദു, കരുതപ്പെടുന്നു ഒന്നില്ല. ആ കരുതപ്പെടുന്ന എന്താണ്? മിൻ ഐനിൻ, ഒന്നുകൽ ഇല്ലത്തിന്റെ ഐന്, ഇല്ലത്തിന്റെ ഐന് പറഞ്ഞാൽ ഇല്ലത്തിന്റെ നൗറ് അല്ലെങ്കിൽ ഇല്ലത്തിന്റെ ജിൻസ്, അതിന് സമമാവലാണ്. വഅൻയുസാവിയ ഹുക്മുഹു, ഫറഇൽ സുബൂത്താവുന്ന ഹുക്മ സമമാകലുമാണ്. ഹുക്മൽ അസ്ലി, അസ്ലിന്റെ ഹുക്മിനോട് ഫീമാ യുഖ്സദു മിൻ ഐനിൻ ഔ ജിൻസിൻ. ഇങ്ങനെയാണ് ഇബ്നുൽ ഹാജിബിന്റെ ഇബാറത്ത്. ഈ ഇബാറത്ത് എന്താണ്? മുസന്നിഫിന്റെ ഇബാറത്തിനേക്കാൾ അഖഅദായ ഇബാറത്താണ് എന്ന് പറഞ്ഞ് ഷാരിഹ് മുസന്നിഫിന്റെ ഇഅ്തിറാദ് ചെയ്യാണ് ഇവിടെ. وجواب المعترض بالمخالفة فيما ذكر ببيان الاتحاد. പിന്നെ മുഖാലഫത്ത് കൊണ്ട് എതിരാളി മറുപടി പിന്നെ ഇഅ്തിറാദ് ചെയ്താല്, അതായത് എന്റെ ഖിയാസ് ശരിയല്ല, എന്തുകൊണ്ട്? അസുലുള്ളതായിരിക്കുന്ന ഹുക്കുമിന്റെ അസുലുള്ളതായിരിക്കുന്ന ഇല്ലത്തിന്റെ ജിൻസോ ഐനോ ഒന്നും തന്നെ എന്തില്ല, ഈ ഫറഇലില്ല. അല്ലെങ്കിൽ ഫറഇല് സുബൂത്താവുന്നതായിരിക്കുന്ന ഹുക്കുമ് അസുലിന്റെ ഹുക്കുമിനോട് ഹുക്കുമ് പോലത്തെ അതിന്റെ ജിൻസിലൊത്ത ഹുക്കുമും അല്ല, നവലൊത്ത ഹുക്കുമും അല്ല. ഫറഇല് സുബൂത്താവുന്നത് വേറൊരു ഹുക്കുമാണ് എന്ന് പറഞ്ഞ് ഇഅ്തിറാദ് ചെയ്താൽ അതിനുള്ള മറുപടി എന്തുകൊണ്ടാണ്? ബിബയാനിൽ ഇത്തിഹാദി ഫീഹി, അല്ലല്ല ഇല്ലത്തിൽ രണ്ടും കൂടി ഒന്നായിക്കണ്, അല്ലെങ്കിൽ ഹുക്കുമിൽ രണ്ടും കൂടി ഒന്നായിക്കണ് എന്ന് ബയാൻ ചെയ്യലുകൊണ്ടാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. مثاله أن يقيس الشافعي ظهار الذمي على ظهار المسلم في حرمة وطئ المرأة فيقول الحنفي الحرمة في المسلم تنتهي بالكفارة والكافر ليس من أهل الكفارة إذ لا يمكنه الصوم منها لفساد نيته فلا تنتهي الحرمة في حقه، فاختلف الحكم فلا يصح القياس. فيقول الشافعي يمكنه الصوم بأن يسلم ويأتي به ويصح اعتاقه وإطعامه مع الكفر اتفاقا، فهو من أهل الكفارة، فالحكم متحد والقياس صحيح. ഉദാഹരണം എന്താണ്? ഷാഫിഈ ഖിയാസാക്കുക.
ദിമ്മിയായ കാഫറിന്റെ ദിഹാറിനെ എന്തിനോട് ഖിയാസാക്കുക? മുസ്ലിമിന്റെ ദിഹാറിനോട് ഖിയാസാക്കുക. ഏത് വിഷയത്തില്? ദിഹാർ ചെയ്താൽ കഫാറത്ത് കൊടുക്കുന്നത് വരെ പെണ്ണിനെ വസൂൽ ചെയ്യൽ, ഭാര്യനെ വസൂൽ ചെയ്യൽ ഹറാമാകും എന്ന വിഷയത്തില് ദിമ്മിന്റെ ദിഹാറിനെ ആരെ ദിഹാറിനോട്? മുസ്ലിമിന്റെ ദിഹാറിനോട് ഖിയാസാക്കുക. ദിഹാർ എന്ന് പറഞ്ഞാല് ഭർത്താവ് ഭാര്യനോട് പറയാണ്, അന്ത്യ അലയ്യക്ക ലഹരി ഉമ്മി, നീ എന്റെ മേൽ എന്റെ ഉമ്മാന്റെ ലഹറ് പോലെയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ ഉമ്മാന്റെ ലഹറില് എന്റെ ഉമ്മാനെ റുക്കൂബ് ചെയ്യല് എന്റെ മേലിൽ ഹറാമായതുപോലെ അന്നെ റുക്കൂബ് ചെയ്യല് ഞാൻ, അഥവാ എന്നെ ജിമാ ചെയ്യല് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അന്ത്യ അലയ്യക്ക ലഹരി ഉമ്മി. അപ്പോ ഭാര്യ പെണ്ണ് എന്ന് പറഞ്ഞത് മർക്കൂബ, ഒരു മർക്കൂബ. റുക്കൂബിന്റെ മഹല് ലഹ്റ. അപ്പൊ ലഹ്റ ഹറാമാക്കി എന്ന് പറഞ്ഞാല് എന്താണ്? ലഹ്റുമാന്റെ ലഹ്റോലാക്കി എന്ന് പറഞ്ഞാല് റുക്കൂബ് ജിമാ ഹറാമാക്കി. അപ്പൊ എന്റെ ഉമ്മാനെ റുക്കൂബ് ചെയ്യാൻ എന്റെ മേലിൽ എപ്രകാരം ഹറാമാണോ അപ്രകാരം എന്റെ റുക്കൂബ് ചെയ്യൽ ഞാൻ ഹറാമാക്കി എന്നായി വാക്കിന്റെ അർത്ഥം. അപ്പോ ഈ വാക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആണെങ്കിൽ ഇത്തിഫാഖൻ പെണ്ണിനെ ഒത്തു ചെയ്യലോ എൻ്റെ മേലെ ഹറാമാവും. കഫാറത്ത് കൊടുക്കണത് വരെ കഫാറത്ത് കൊടുക്കണം. നോക്കല് അടിമനെ ഇതൊക്കെ ചൊല്ലല് മുസ്ലിമായ പിന്നെ ജോലി ചെയ്യാന് പിന്നെ വിഘ്നമാകുന്ന അയ്ബുകളൊന്നും ഇല്ലാത്ത ഒരു മുസ്ലിമായ അടിമനെ ഇതൊക്കെ ചെല്ലണം ഒത്തു ചെയ്യണതിന്റെ മുമ്പായിട്ട്. അല്ലെങ്കിൽ അതിന് സാധിക്കൂലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കും. അതിനും സാധിച്ചില്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അതാണ് കഫാറത്ത്, ദിഹാറിന്റെ കഫാറത്ത്. അത് ഇതിന്റെ മുമ്പ് വേണം, സംയോഗം ചെയ്യുന്നതിന്റെ മുമ്പ് വേണം. അത് ചെയ്തെങ്കിലേ സംയോഗം അനുവദനീയമാകുള്ളൂ. അതിപ്പോ മുസ്ലിം ഒരു ദിമ്മിയായ കാഫിറാന്റെ ഭാര്യനോട് അന്ത്യാലയ്യക്ക ലഹരി ഉമ്മി എന്ന് പറഞ്ഞാൽ ആ ദിഹാർ മുന്നാക്കിതാവോ? മുന്നാക്കിതാവൂലേ? ഹനഫികള് പറയാണ് മുന്നാക്കിതാവൂല. എന്റെ ഭാര്യ എന്നുകൊണ്ടോ എന്റെ മേലില് ഭാര്യനെ ഒത്തു ചെയ്യൽ ഹറാമാവൂല, കഫാറത്ത് നിർബന്ധാവൂല. നമ്മള് പറയുന്നത് ദിമ്മിയായ കാഫറും ഇതുപോലെ തന്നെയാണ്, മുസ്ലിമിനെ പോലെ തന്നെയാണ്. അപ്പോ എന്റെ മേലും പിന്നെ വിഹാർ കൊണ്ട് കഫാറത്ത് ചെയ്യുന്നത് വരെയും ഒത്ത് ഹറാമാകും. അപ്പോ മഖീസ് ഏതാണ്? ദിമ്മിന്റെ വിഹാർ. മഖീസ് അലൈഹി മുസ്ലിമിന്റെ വിഹാർ. പിന്നെ ഹുക്മ ഏതാണ്? ഹുർമത്തുൽ വത്തുൽ മർഅ. പെണ്ണിനെ ഒത്തു ചെയ്യുക, കഫാറത്ത് കൊടുക്കുന്നത് വരെയും പെണ്ണിനെ ഒത്തു ചെയ്യൽ ഹറാമാകുക എന്നുള്ളതാണ് ഹുക്മ്. അപ്പൊ ഹനഫി പറയും അൽ ഹുർമത്തു ഫിൽ മുസ്ലിമി തൻതഹി ബിൽ കഫാറ വൽ കാഫിറു ലൈസ മിൻ അഹ്ലിൽ കഫാറ. ഇവിടെ മഖീസ് ആയ ദിമ്മിന്റെ വിഹാറും മഖീസ് അലൈഹി ആയ മുസ്ലിമിന്റെ വിഹാറും രണ്ടിലുള്ളതായിരിക്കുന്ന ഹുക്മ് ഒന്നല്ല, രണ്ടും രണ്ടാണ്. കാരണം മുസ്ലിമിലുള്ളതായിരിക്കുന്ന ഹുർമത്ത് ഏതുവരെയാണ്? കഫാറത്ത് കൊടുക്കുന്നത് വരെയാണ്. കഫാറത്താണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓനെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരടിമനെ ഇതൊക്കെ എല്ലി കഴിഞ്ഞാൽ, അതിന് സാധിക്കൂലെങ്കിൽ പിന്നെ തുടർച്ചയായി 2 മാസം നോൻപ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനും കഴിയൂലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഹുർമത്ത് അവസാനിച്ചു. എന്നാൽ ഫറആയ ദിമ്മിന്റെ വിഹാറിൽ സുബൂത്താവുന്ന ഹുക്മ് ശാശ്വതമായ ഹുർമത്താണ്. അപ്പൊ അത് രണ്ടും ഇത് ഖിയാസ് കൊണ്ട് ഫറയിൽ സുബൂത്താവുന്ന ഹുക്മ് അസ്ലിന്റെ ഹുക്മിനോട് ഒത്തതല്ല, നൗഇലും ഒത്തതല്ല, ജിൻസിലും ഒത്തതല്ല. പിന്നെ എന്താണ് കാഫറിലുള്ളതായിരിക്കുന്നത്? കാഫറിന്റെ ഹുർമത്ത് മുഅബ്ബദാണ് വരാൻ കാരണം അവൻ കാഫറാണ്. അപ്പൊ അവൻ്റെ അക്കന്ന് എന്ത്? കഫാറത്തിന്റെ നോമ്പ് സഹിയാവൂല. കാരണം കഫാറത്തിന്റെ നോമ്പിന് എന്ത് വേണം? പിന്നെ നോമ്പ് സഹിയാവണമെങ്കിൽ
മുസ്ലിമാവണം. പിന്നെ അപ്പോ ഓന് തൊലാത്തന്തഹിൽ ഹുർമത്തു. അപ്പൊ അതിനെന്ത് ചെയ്യും? പിന്നെ ഫലാത്തന്തഹിൽ ഹുർമത്തു ഫി ഹക്കിഹി ഐ ഫി ഹക്കി ദിമ്മിജി. ദിമ്മിജിന്റെ ഹക്കിൽ എന്ത് ചെയ്യൂല? ഹുർമത്ത് അവസാനിക്കൂല. അപ്പൊ ഹുക്കുമ് എതിരായി. ഫർഇൽ സുബൂത്താവുന്ന ഹുക്കുമും അസുല് സുബൂത്തായ ഹുക്കുമും രണ്ടും തമ്മിൽ എതിരായി. അപ്പൊ ഖിയാസ് ശരിയാവൂല എന്ന്. അപ്പൊ ഷാഫിഈ പറയും, അല്ലല്ല, അത് രണ്ടിലും സുബൂത്തായ ഹുക്കുമ ഒന്ന് തന്നെയാണ്. കാരണം മുഅബ്ബദായ ഹുർമത്താണ് സുബൂത്താവുന്നത് എന്ന് നമ്മൾ സമ്മതിക്കൂല. കാരണം അവന് കഫാറത്ത് കൊടുക്കാൻ സാധിക്കും. കാരണം എങ്ങനെ കഫാറത്ത് കൊടുക്കുക? മുസ്ലിം ആയിക്കൊണ്ട് നോമ്പോൽക്കൽ കൊണ്ട്. നോൻപോൽക്കണമെങ്കിൽ മുസ്ലിം ആയാണ്ട് നോൻപോൽക്കാം. ഇനി കാഫറായ നിലയിൽ തന്നെ ഓൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കൊണ്ട് കഫാറത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ കാഫറായ നിലയിൽ തന്നെ ഓന് ഭക്ഷണം കൊടുത്തുകൊണ്ടും കഫാറത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ചോദ്യം, അതെങ്ങനെ മുസ്ലിമായ അടിമനെ എത്തിക്കല്ലണ്ടേ? മുസ്ലിമായ അടിമ എങ്ങനെ ഒരു കാഫറിന്റെ അടുത്ത് ഉണ്ടാകല്? കാഫർ ഒരു മുസ്ലിമായ അടിമനെ കാഫറിന് വാങ്ങാൻ പറ്റൂലല്ലോ. വാങ്ങിയാല് വാങ്ങല് സഹിയാവൂലല്ലോ. മുസ്ലിമായ അടിമനെ കാഫറിന് വിറ്റാൽ വിൽപ്പന സഹിയാവൂല, ഓന് വാങ്ങലും സഹിയാവൂല. പിന്നെ എങ്ങനെയാ അടിമനെ എത്തിക്കല്ലല്? അപ്പൊ അതിന് മറുപടി, അത് ഓന്റെ ആപ്പേ അവന്റെ അമ്മയെ ആരെങ്കിലും എന്ത് ചെയ്തുകൊണ്ട് പിന്നെ മരിച്ചപ്പോ ഓൻ അനന്തരം കിട്ടി. ഒരു മുസ്ലിമായ അടിമൻ അനന്തരം കിട്ടി. അല്ലെങ്കിൽ ഒരു കാഫറായ അടിമാന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ആ അടിമ എന്ത് ചെയ്തുകൊണ്ട് മുസ്ലിമായി. അതും അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോട് അവൻ പറഞ്ഞു, മുസ്ലിമേ, എനിക്ക് പകരമായിട്ട് എന്റെ അടിമനെ ചൊന്ന് എത്തിക്കല്ല് എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കാഫറായ നിലയിൽ തന്നെ മുസ്ലിമായ അടിമനെ അവനെ എത്തിക്കൊല്ലാൻ ചെയ്യും. അതുപോലെ ഭക്ഷണം കൊടുക്കാൻ കഴിയും. പിന്നെ നോമ്പ് കൊണ്ട് കഫാറത്തും മുസ്ലിമായി കണ്ട് നോമ്പ് കൊണ്ട് കഫാറത്ത് കൊടുക്കാൻ കഴിയും. അപ്പോ വാനിയിൽ സുബൂത്താവുന്ന ഹുർമത്ത് മുഅബ്ബദത്താണ് എന്നുള്ള നമ്മൾ സമ്മതിക്കൂല. മുഅഖ്ഖദായ ഹുർമത്ത് തന്നെയാണ് സുബൂത്താവുന്നത്. അപ്പൊ രണ്ടിലും ഹുക്കും ഒന്ന് തന്നെയാണ്. അപ്പൊ ഖിയാസ് ശരിയാണ്. فيقول الشافعي يمكنه الصوم بأن يسلم ويأتي به മുസ്ലിമാവുകയും എന്നിട്ട് നോമ്പ് കൊണ്ടുവരികയും ചെയ്യലുണ്ട്. കാഫറായിരിക്കെ തന്നെ ഇതൊക്കെല്ലാം ഭക്ഷണം കൊടുക്കലും സഹിയാവുകയും ചെയ്യും. ഇത്തിഫാഖൻ ഫഹുവ അഹ്ലിൽ കഫാറത്തി. അപ്പം ദിമ്മിയായ കാഫർ കഫാറത്തിന്റെ അഹ്ലിൽപ്പെട്ട തന്നെയാണ്. فالحكم متحد القياس صحيح. ولا يكون الفرع منصوصا عليه ولا يكون الفرع فرعന്റെ ഷർത്തുകളിൽ പെട്ടതാണ് ഫറഅ് മൻസൂസൻ അലൈഹി, നസ് കൊണ്ട് സുബൂത്താകാതിരിക്കല്. ബിമുവാഫിഖിൻ മൻസൂസൻ അലൈഹി ബിമുവാഫിഖിൻ ലിൽ ഖിയാസി, ഖിയാസിനോട് യോജിച്ചതായിരിക്കുന്ന ഒരു നസ് കൊണ്ട് നസ്സാക്കപ്പെട്ടത് ആകാതിരിക്കല്. അതായത് ഒരു മഖീസാലിന്റെ ഹുക്കുമ് ഒരു കിതാബ് കൊണ്ടോ മുതവാത്തിറായ ഹദീസ് കൊണ്ടോ അല്ലെങ്കിൽ ഖബർ വാഹിദ് കൊണ്ടോ ഒന്നും സുബൂത്തായതാകാതിരിക്കുക. കാരണം അങ്ങനെ സുബൂത്തായാൽ പിന്നെ ഖിയാസിന്റെ ആവശ്യമില്ല. കാരണം ഖിയാസ് കൊണ്ട് നമ്മൾ അമൽ ചെയ്യുന്നത് എന്നത് അങ്ങനെ അമൽ ചെയ്യാൻ ദറൂറത്തുണ്ടായതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നസ് കൊണ്ട് ഹുക്കുമ് സുബൂത്തായ പിന്നെ ഖിയാസിന്റെ ആവശ്യമില്ല. അപ്പോ പിന്നെ ഖിയാസിനോട് മുവാഫിഖായ നസ് കൊണ്ട് നസ്സാക്കപ്പെടാതിരിക്കൽ ഷർത്താണ്. കാരണം ആ സന്ദർഭത്തിൽ അഥവാ മഖീസിന്റെ ഹുക്കുമ് ഫറഇന്റെ ഹുക്കുമ് ഖിയാസിനോട് യോജിച്ച നസ് കൊണ്ട് നസ്സാക്കപ്പെട്ടായാൽ ആ സന്ദർഭത്തിൽ പിന്നെന്തില്ല? ഖിയാസിന്റെ ആവശ്യം ഇല്ല. കാരണം നസ് എന്ന് പറയുന്നത് ഖിയാസിനേക്കാൾ മുൻഗണന ഉള്ളതായിരിക്കുന്ന ഹുജ്ജത്താണ്. അപ്പൊ ആ നസ്സിന്റെ മുന്നില് നസ്സിന്റെ കൂടെ ഖിയാസ് പ്രസക്തമല്ല. ചിലവരതിലെ എതിരായിക്കണ്. എന്തിന്റെ മേലെടുത്തിട്ട് ഒരു മദ്ലൂലിന് രണ്ട് ദലീലുണ്ടാവാം.
എന്നതിൻ്റെ എടുത്തിട്ട്. അപ്പോൾ ഒരു മദ്ലൂലിന് രണ്ട് ദലീലുണ്ടാവാം. അപ്പൊ ഖിയാസും ദലീൽ തന്നെ, നസ്സും ദലീൽ തന്നെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നമ്മള് മുസന്നിഫന്നെ എന്ത് ചെയ്തതാണ്, രണ്ട് ദലീലുണ്ടാകുന്ന മുസന്നിഫന്നെ പല സന്ദർഭത്തിലും അനുവദനീയമാക്കിയിട്ടുണ്ട്. ഇപ്പം ബറാഅത്തുൽ അസ്ലിയ്യ കൊണ്ട് ഹുക്മു സുബൂത്തായതിന് അവിടെ ഖിയാസ് പറ്റും എന്ന് പറഞ്ഞിരിക്കണ്. പക്ഷെ ഇവിടെ എന്താ അതുമായിട്ട് വ്യത്യാസം? അത് ബറാഅത്തുൽ അസ്ലിയ്യ എന്ന് പറഞ്ഞ ഹുക്മ് ആ ദലീല് അദ്അഫുദ്ദലായില് പെട്ടതാ. എന്തൊരു ദലീൽ അതിനെതിരിൽ വന്നാലും അത് നിഷ്പ്രഭമായി തീരും. അപ്പൊ അത് ഖിയാസിനേക്കാൾ മുൻഗണനയുള്ള ദലീലല്ല. നേരെ മറിച്ച് നസ്സ് എന്ന് പറഞ്ഞത് അതുപോലെ അഖലിയാത്തിൽ എന്ത് ചെയ്തിരിക്കണം, ഖിയാസിനെ സുബൂത്താക്കി അഖലിയാ ദലീലുള്ളടത്ത്. അപ്പോ അതൊന്നും എന്തല്ല, പിന്നെ ഈ ഖിയാസിനേക്കാൾ മുൻഗണനയുള്ള ദലീലല്ല. നേരെ മറിച്ച് നസ്സാവുമ്പോ അത് ഖിയാസിനേക്കാൾ മുൻഗണനയുള്ള ദലീലാണ്. അതിനോട് കൂടെ ഖിയാസിന് പ്രസക്തി ഇല്ല. അപ്പോ ഫറഇന്റെ ഹുക്മ് നസ്സ് കൊണ്ട് സുബൂത്തായാൽ പിന്നെ അവിടെ ഖിയാസ് സഹിയാവൂല. خلافا لمجوز دليلين على مثلا على مدلول واحد في عدم اشتراطه ما ذكر. അവർ മാതുക്കറ ഷർത്താക്കണില്ല. ലിമാ ജവ്വസഹു, അവൻ ജായിസാക്കിയതായ ഒന്നിനു വേണ്ടി, അവൻ രണ്ട് ദലീലുണ്ടാകല് ജായിസാക്കിയതിനു വേണ്ടി. പക്ഷെ വലമേല് മുസന്നിഫിന് എന്റെ വാക്ക് അംഗീകരിക്കുന്നവർക്ക് റദ്ദ് ചെയ്യാം. രണ്ട് ദലീലുണ്ടാകുക എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് എന്താണ്, രണ്ട് ദലീല് പിന്നെ മറ്റേ നസ് എന്ന് പറഞ്ഞത് അത് ഇതിനേക്കാൾ പിന്നെ ശക്തിയായ ദലീലാണ്. അപ്പോ അതിനോട് കൂടെ ഖിയാസ് അപ്രസക്തമാണ് എന്നുള്ളതാണ്. വയുഫീദുൽ ഖിയാസ് ഇൻദഹു മഅരിഫത്തൽ ഇല്ല. അപ്പൊ പിന്നെ ഖിയാസ് എന്തിനാ, നസ്സുകൊണ്ട് തന്നെ സുബൂത്തായില്ലേ. അത് ഖിയാസ് ഫായിദപ്പിക്കും. മഅരിഫത്തൽ ഇല്ലത്തി, ഹുക്മിന്റെ ഇല്ലത്ത് അറിയലിനെ ഫായിദപ്പിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഖിയാസ് എന്താണ്, ആ നസ്സിനെ ശക്തിപ്പെടുത്തും. ഖിയാസ് നസ്സിനെ ശക്തിപ്പെടുത്തും. എത്രത്തോളം വെച്ചാൽ വേറെ ഒരു നസ് വെച്ച് ആ നസ് എതിരാകുകയാണെങ്കിൽ ആ നസ്സിനേക്കാൾ ഈ നസ്സിനെ ഈ ഖിയാസിലൂടെ നമുക്ക് റാജിഹാക്കാൻ പറ്റും. വലാബി മുഖാലിഫിൽ ഖിയാസ് ലിതഖദ്ദുമിൻ നസ്സ് അലൽ ഖിയാസ്. അതുപോലെ തന്നെ പിന്നെ ഈ ഫറഅ് ഖിയാസിനോട് എതിരായ ഒരു നസ് കൊണ്ട് നസാക്കപ്പെടാത്തതും ആവണം. അപ്പോ ഒരു ഖിയാസ് കൊണ്ട് സുബൂത്താകുന്നത് ഏതൊരു ഹുക്കുമാച്ച ആ ഹുക്കുമിന്റെ നഖീലിന്റെ മേലിൽ അറിയിക്കണ ഒരു നസ് ഉണ്ടായി, എന്നാ ഈ ഖിയാസിന് എന്തില്ല, യാതൊരു പരിഗണനയില്ല. കാരണം ഈ ഖിയാസ് ഫാസിദുൽ ഇഅ്തിബാറായ ഖിയാസായി, ഗൈറു മുഅ്തബറായ ഖിയാസായി. لتقدم النص على القياس إلا لتجربة النظر. തജ്രിബത്തു നദറിന് വേണ്ടി ആയാലും വെച്ച് അമൽ ചെയ്യാൻ വേണ്ടി ഖിയാസാക്കാൻ പറ്റൂല. നേരെ മറിച്ച് ചിന്തിച്ച് പരിശീലിക്കുക. ഇസ്തിദ്ലാല് തമറുൽ ഇസ്തിദ്ലാല് എന്ന ഉദ്ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യാം, നസ്സിനോടെതിരായ ഖിയാസും എന്നല്ലാതെ ആ ഖിയാസ് കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി ഉള്ള ഖിയാസ്, നസ്സിന്റെ എതിരിൽ ഉള്ള ഖിയാസ് പറ്റൂല. ഫൈനൽ ഖിയാസ എന്താണ്, തജ്രിബത്തു നദറിന് വേണ്ടി ഖിയാസിനോടെതിരായ നസ്സിനോടെതിരായ ഖിയാസ് തജ്രിബത്തു നദറിന് വേണ്ടിയാണെങ്കിൽ, അതുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയല്ല, തജ്രിബത്തു നദറിന് വേണ്ടിയാണെങ്കിൽ പറ്റുന്ന പറയാൻ കാരണം എന്താ, ഫൈനൽ ഖിയാസൽ മുഖാലിഫ സഹീഹുൻ ഫീ നഫ്സിഹി. കാരണം നസ്സിനോടെതിരായ ഖിയാസ് ഫീ നഫ്സിൽ സഹീഹാണ്. പിന്നെ വലം യുഅമൽ ബിഹി ലിമുആറദത്തി നസ്സി ലഹു. പക്ഷെ അതുകൊണ്ട് നഫ്സിനോട് എതിരായതിനു വേണ്ടി അതുകൊണ്ട് അമൽ ചെയ്യണില്ല എന്നേ ഉള്ളൂ. ഫീ നഫ്സിൽ അത് സഹീഹ് തന്നെയാണ്.